മുത്തഖീന ഫീഹാ യദൂന ഫീഹാ ബിഫാകിഹത്തിൻ കസീറത്തുൻ വശറാബ്. ആ സ്വർഗ്ഗത്തിന്റെ സ്വർണ്ണക്കട്ടിൽ നിനക്ക് കഴിക്കാൻ പഴമെടുത്തു വരുന്നുണ്ട്. നിനക്ക് കുടിക്കാനുള്ള പാനീയങ്ങളുമായി സേവകർ നിന്നെ കാത്തിരിക്കുന്നുണ്ട്. കുടിക്കുന്ന ജലമേ ചത്തിടുന്ന കാഫൂറ, കലരാത്ത തേനൊലിക്കുന്നതാണ് അനഹാറ. നല്ല പഴവർഗ്ഗങ്ങൾ കൊതിക്കുന്ന പഴമടുക്കുന്നതാ കയറണ്ട, പറിച്ചാലുടൻ മുളക്കുന്നതാ കുറയണ്ട. നല്ല പഴവർഗ്ഗങ്ങളും കഴിച്ച് ആ സ്വർഗത്തിൽ ഏദൻ തോട്ടത്തിലെ ഒരു സുന്ദരമായ വീട്ടിൽ മസാകിന തയ്യിബ എന്നാണ് ഖുർആൻ പറഞ്ഞത്. അതിന്റെ അർത്ഥം വില്ലയാണ് കിട്ടുന്നതെന്നാണ്, ഫ്ലാറ്റ് അല്ല. കാരണം മസാകിന തയ്യിബ എന്നതിന്റെ അർത്ഥം എന്താ? സുന്ദരമായ മസ്കൻ എന്ന് പറഞ്ഞ ഫ്ലാറ്റ് അല്ല, മസാകിന തയ്യിബ അത് വില്ലയാണ്. എന്തുകൊണ്ട് അള്ളാഹു സ്വർഗത്തിൽ ഒരു സമ്മാനം തന്നാൽ ആ സമ്മാനത്തിൽ വേറെ യാതൊരു വിധ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. സ്വർഗം എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ബുദ്ധിമുട്ടും പാടില്ല. അത് അനുഭവിക്കുന്ന ആളുകൾക്ക് ഇത് വേണ്ടായിരുന്നു എന്ന് തോന്നാൻ പാടില്ല. ആ സ്വർഗത്തിൽ നമ്മൾ എന്നും വസിക്കുന്നവരാണ്. സ്വർഗത്തിൽ ഒരു അനുഗ്രഹം കിട്ടിയാൽ പിന്നെ അതിനൊരു പരാതി പാടില്ല. ഫ്ലാറ്റ് ആണെങ്കിൽ എന്ത് പറയും? കാരണം എന്താ? സ്വർഗത്തിൽ ഒന്നും മനുഷ്യർ ഉപദ്രവം ഉണ്ടാക്കാൻ പാടില്ല. ഹബീബായ മുത്തുനബി ആയത്തോട് കൊടുത്തു, നല്ല ഇലന്നവനെന്നാളെ സ്വർഗത്തിലുണ്ട്. അപ്പോഴാണ് ഖുറൈശികൾ ചോദിച്ചത്, ഏ മുഹമ്മദേ, ഇലന്ത മരത്തിന് മുള്ളുണ്ടല്ലോ, അഫിൽ ജന്നത്തി ശജറത്തുന് തുദി സാഹിബഹാ. ആ സ്വർഗത്തിലെ ഇലന്ത മരത്തിന് മുള്ളുണ്ടെങ്കിൽ സ്വർഗവാസികൾ നടന്നു പോകുമ്പോ അവരുടെ വസ്ത്രമാ മുള്ളിലോടക്കുമല്ലോ മുഹമ്മദേ. അപ്പോഴാണ് മുത്തുനബി ചോദിച്ചത്, അമാ സമയത്തും ഖൗലല്ലാഹി തആല ബിസിരിൻ മഖ്ലൂദ്, മുള്ളില്ലാത്ത ഇലന്ത മരം അല്ലേ എന്റെ റബ്ബ് പറഞ്ഞു തന്നത്? സിദർ എന്ന് മാത്രമല്ലല്ലോ, ഫിസിദിരിൻ മഖ്ലൂദ്, മുള്ളില്ലാത്ത ഇലന്ത മരം. അപ്പൊ സ്വർഗത്തിലെ മരത്തിന് മുള്ളു പോലും ഇല്ല എന്നാണ്. അപ്പൊ ഫ്ലാറ്റ് അല്ല എന്ന് ഞാൻ പറയാൻ കാരണം ഫ്ലാറ്റായ 10ാമത്തെ നിലയിൽ താമസിക്കുന്ന ആള് വേസ്റ്റ് കീപ്പോട്ടിട്ടാൽ താഴെ ഇരിക്കുന്നു പറയിച്ചേ വേണ്ടാറുന്നു. ഇനി 10ാമത്തെ നിലയിൽ താമസിക്കുന്ന ഒരാൾക്ക് അത്യാവശ്യത്തിന് താഴേക്ക് വരണമെങ്കിൽ കാത്തു നിൽക്കണം. സ്വർഗത്തിൽ ഇതൊന്നും ഇല്ല. അതുകൊണ്ട് മസാക്കിന തയ്യിബ എന്ന് പറഞ്ഞാൽ അവനോൻ ഓരോ വീടാണ്. മസാക്കിന തയ്യിബ കൊച്ചിക്കായലിന്റെ ഫ്ലാറ്റ് അല്ല. പച്ചപ്പരവതാനി വിരിച്ച പുൽമേടുകളുടെ മറുഭാഗത്ത് തടം തല്ലിയാത്തൊടുക്കുന്ന അരുവികളോട് കിന്നരം പറഞ്ഞ് ഇലകൾ താഴോട്ട് കുണിഞ്ഞു നിന്ന് പ്രണയത്തിന്റെ ആദ്യാക്ഷരം പറയുന്ന മർമര ശബ്ദങ്ങൾ ചിറച്ച് പ്രഭാതത്തിൽ എഴുന്നേറ്റ് പോകുന്ന പ്രഭാതകളികൾ നിന്റെ പാട്ടുപാടി പ്രഭാത കിരണങ്ങളും നൽകുന്ന ഒരു സുന്ദരമായ രാത്രിയും ഒരു സുന്ദരമായ വീടും നിനക്ക് ഞാൻ തരാം. പക്ഷേ ആർക്കാണ് ഇത് കൊടുക്കുന്നത്? അള്ളാഹു പറയുകയാണ്, വമൻ സലക മിൻ ആബായിഹിം, സാലിഹീങ്ങളായ മാതാപിതാക്കൾ, വഅസ്വാദിഹിം ഭാര്യമാർ, വദുരിയാതിഹിം സാലിഹീങ്ങളായ മക്കൾ. അതാണല്ലോ കുടുംബം. കുടുംബം എന്ന് പറഞ്ഞാൽ വാപ്പ, മാതാപിതാക്കൾ, ഭാര്യ, ഭർത്താക്കന്മാർ, മക്കൾ. അതാണ് സ്വർഗത്തിലെ കുടുംബം. ഞാൻ ഈ പറഞ്ഞത് സൂറത്തുൽ റഅദിന്റെ ആയത്താണ്. അള്ളാഹു നമ്മളെ ആ സ്വർഗത്തിൽ എത്തിക്കട്ടെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നേരെ സ്വർഗത്തിന്റെ വാതിൽ തുറക്കുക. വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, എല്ലാവരുമായിട്ട് സ്വർഗത്തിന്റെ അകത്ത് കയറി ആ സ്വർണ്ണ കട്ടിൽ ഇങ്ങനെ ചാരി ഇരിക്കുമ്പോ മുത്തഖീന ഫീഹാ യദഊന ഫീഹാ ബിഫാകിഹത്തിൻ കസീറത്തിൻ വശറാബ്, ഇഷ്ടപ്പെട്ട പഴം, ഇഷ്ടപ്പെട്ട പാനീയം, ഇഷ്ടപ്പെട്ട വസ്ത്രം എല്ലാം ധരിച്ചിങ്ങനെ ഇരിക്കുമ്പോ ഓരോ വാതിലൂടെ വൽ മലായികത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, ഓരോ വാതിലൂടെ ഈ മലക്കുകൾ വന്നിട്ട് പറയുന്നു, സലാമുൻ അലൈക്കും, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും. അല്ലാഹു നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ. നിങ്ങൾ ജീവിതത്തിൽ ഒത്തിരി കഷ്ടപ്പെട്ടവരാണല്ലോ, നിങ്ങളുടെ ജീവിതത്തിൽ വല്ലാതെ ദുഃഖിച്ചവരാണല്ലോ, നിങ്ങൾക്ക് രോഗമുണ്ടായിരുന്നല്ലോ. സ്വർഗത്തിൽ ഇതൊന്നുമില്ല, സങ്കടമില്ല, സന്താപമില്ല, കണ്ണുനീരുകളില്ല, ആകുലതകളില്ല.
തീവ്രതകളില്ല, വ്യാകുലതകളില്ല, വ്യഥകളില്ല, ശ്രദ്ധകളില്ല, പ്രയാസമില്ല, പരിതാപമില്ല, പരിഭവമില്ല, പരിദേവനമില്ല, പരിമിതികളില്ല, പതിതരില്ല, ഒന്നുമില്ലാത്ത ഈ സ്വർഗത്തിൽ നിങ്ങൾക്ക് ഞാൻ ഓരോ വാതിലൂടെയും കയറി വന്ന് മലക്കുകൾ പറയും അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും. അള്ളാഹു നമുക്ക് ആ മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ ഇങ്ങനെ ഭാര്യയോടും മക്കളോടും മാതാപിതാക്കളോടൊക്കെ സ്വർഗത്തിരിക്കാൻ? ഉണ്ടോ? അങ്ങനെ ആഗ്രഹമുള്ള ആളുകളൊക്കെ ഒന്ന് കൈവെക്കുക, നോക്കട്ടെ. പടച്ച തമ്പുരാനെ, ഇവിടത്തെ ഭാര്യയാണ് കേട്ടോ, അവിടത്തെ ഭാര്യയല്ല. അതാ കുറെ പേര് താത്തി ബായിക്കിലെല്ലാരും താത്തിയല്ല, ഇവിടുത്തെ ഭാര്യ തന്നെ അവിടെ കിട്ടണെന്ന് പറഞ്ഞിട്ടാ അതാഴ്ത്തി മുത്തലീമിങ്ങളൊക്കെ കൈപൊക്കി. ദർസിൽ 4ാം ക്ലാസ് എത്തിയതേ ഉള്ളൂ. മക്കളെ സമയം കുറെ ഉണ്ട്, ഇനി 8ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ബാക്കിയാത്തി പോയി തിരിച്ചു വന്ന് 10 വർഷം ഒരു പള്ളിയിൽ ജോലി ചെയ്താലേ ഉള്ളൂ മഹർ കൊടുക്കാനുള്ള പൈസ കിട്ടുള്ളൂ. കാരണം പള്ളിയിലെ ഖത്തീബിന്റെ ശമ്പളവും ക്ലോസറ്റിലെ വെള്ളവും ഒരേപോലെയാണ്. യസീദ് വല ഇൻകുസ്. അതൊരു ജമാഅത്തായിട്ട് അങ്ങനെ പോകും. ഇപ്പൊ എല്ലാവരും കുറെ പേര് പറഞ്ഞു ദുനിയാവിലെ ഭാര്യമാരെ തന്നെ എന്ന് പറഞ്ഞപ്പോ ആളുകൾ കൈതാഴ്ത്തി. ഇത് നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ്. പടച്ചോനെ, ഈ സാധനം ഇനി സ്വർഗത്തിലും വരുമെന്ന് കരുതിയിട്ട, അവിടെയെങ്കിലും ഉരുളിയങ്ങളെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് വാക്യം എന്ന് ഓതുന്നത്. ഇനി ഈ സാധനം അവിടെയും വരുമെന്ന് വിചാരിച്ചിട്ടാ? അതാണ് ചിലരുടെ ധാരണ. കാരണം അവൾക്ക് ചില ദുസ്വഭാവമുണ്ട്, അവളെ എനിക്ക് ഇഷ്ടമല്ല, അവൾ വല്ലാതെ സംസാരിക്കുന്ന ആളാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ പഠിച്ചോളി, സ്വർഗത്തിലെത്തുമ്പോ ഒരു ഭാര്യക്ക്, നമ്മുടെ ഇപ്പോഴത്തെ ഭാര്യക്ക് നമുക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും സ്വഭാവമുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ തരിക. അല്ലാഹു പറയുകയാണ് അലാ സുറുരിന മുതഖാബിലീൻ. അല്ലാഹു നമ്മളോട് പറഞ്ഞു തന്നത് ഒരാളുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള എല്ലാ ദുസ്വഭാവങ്ങളും മാറ്റിയിട്ടാണ് ഞാൻ അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു സ്വഭാവം ഭാര്യക്കുണ്ടെങ്കിൽ, നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു സ്വഭാവം ഭർത്താവിനുണ്ടെങ്കിൽ ആ 2 സ്വഭാവങ്ങളും മാറ്റിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ അവരെ പ്രവേശിപ്പിക്കുക. അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങൾക്ക് ആ സ്വർഗ പ്രവേശനം നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, സ്വീകരിക്കണേ അല്ലാ. അതൊക്കെ മാറ്റി നാളെ സ്വർഗത്തിൽ അല്ലാഹു നമ്മുടെ കുടുംബത്തെ ഇതേ കുടുംബമായി അല്ലാഹു നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകും. ആമീൻ പറ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി ആഗ്രഹമുള്ളവർ ഒന്നുകൂടി കൈവക്കി നോക്ക്. അങ്ങനെ തന്നെ സ്വർഗത്തിൽ എത്തണം കുടുംബമായി. എത്തണം. കല്യാണം കഴിക്കാത്തവരൊക്കെ താത്തിയിട്, എല്ലാരും പൊക്കി. കാരണം എന്താണെന്നറിയാവോ, അവസാനം നടക്കണ ദുആയിൽ 10 റുപ്യ ബക്കറ്റിട്ട് അത് നടക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ സാധുക്കൾ ഇരിക്കുന്നത്. ഇതിന് ജീവിതത്തിൽ അടിസ്ഥാനപരമായി നമ്മൾ പാലിക്കേണ്ട ഒരു തത്വമുണ്ട്. ഭാര്യയും മക്കളുമായി ജീവിക്കുമ്പോ, മാതാപിതാക്കളുമായി ജീവിക്കുമ്പോ ആ സമയത്തൊക്കെ നമ്മൾ പാലിക്കേണ്ട ഒരു അടിസ്ഥാന തത്വം ഒന്ന്, അത് ഖുർആൻ വളരെ വ്യക്തമായി, ഞാൻ ഈ പറയുന്നതൊന്നും ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തെടുത്തതല്ല, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നു, നാളെ മലക്കുകൾ വന്നിട്ട് അവരോട് പറയും സലാമുൻ അലൈക്കും. ഭാര്യയും മാതാപിതാക്കളും മക്കളും ഒക്കെ സ്വർഗത്തിൽ ഇങ്ങനെ ഒന്നിച്ചിരിക്കുമ്പോ ആ സമയത്ത് അള്ളാഹുവിന്റെ മലക്കുകൾ പറയും അത്ര സലാമുൻ അലൈക്കും ബിമാ സബർതും പറയുമത്രേ. ആ സ്വർഗത്തിന്റെ മണി അങ്ങനെ ഇരിക്കുമ്പോ അല്ലാഹു നിങ്ങൾക്ക് സമാധാനം തരട്ടെ. കാരണം ബിമാ സബർതും, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വല്ലാതെ ക്ഷമിച്ചിരുന്നവരല്ലയോ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് ഓതിക്കൊടുക്കുകയാണ്, നാളെ സ്വർഗത്തിലെ കുടുംബം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുമ്പോ ആ സമയത്ത് മലക്കുകൾ വന്നിട്ട് അവരോട് സലാം പറയുമ്പോ ആ കുടുംബത്തോട് പറയും, നിങ്ങളെ അല്ലാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിയല്ലോ. ആ കൂട്ടിയതിന്റെ ഒരേ ഒരു കാരണം എന്നെ ശ്രദ്ധിക്കുന്നുള്ളൂ, ബിമാ സബർതും. മലക്കുകൾ പറയും സൂറത്ത് റഅദ്, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹു സമാധാനം തരട്ടെ. ബിമാ
നിങ്ങൾ ക്ഷമിച്ച കാരണത്താൽ, നിങ്ങൾ ജീവിതത്തിൽ വല്ലാതെ ക്ഷമയുള്ളവരായിരുന്നു, നിങ്ങൾ ജീവിതത്തിൽ എല്ലാം ക്ഷമിച്ച ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു എന്ന് മലക്കുകൾ അവരോട് സലാം പറയുമ്പോൾ കൂട്ടിച്ചേർത്ത് പറയുമെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ റഅദ്. അപ്പോ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെ കുടുംബമായി ഒരുമിച്ച് കൂടാൻ കഴിയണമെങ്കിൽ നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ട അടിസ്ഥാനപരമായ ഒരു സ്വഭാവ സവിശേഷതയുണ്ട്. അത് അസ്സബ്റു, ക്ഷമയാണ്. എന്താണ് നമുക്കില്ലാതെ പോയതും അത് തന്നെ. ഞാൻ സ്വർഗത്തിലെ കുടുംബം എന്ന് വെറുതെ ഒരു വാക്കിട്ട് കൊടുത്തതല്ല. സൂറത്തുൽ റഅദിലെ ആയത്തിന്റെ അർത്ഥം അതേപടി പറഞ്ഞതാണ്. മലക്കുകൾ പറയും, നിങ്ങൾ ഇപ്പൊ സ്വർഗത്തിന്റെ കട്ടിലിരിക്കാൻ കാരണം ബിമാ സബർതും, നിങ്ങൾ ദുനിയാവിൽ നന്നായി ക്ഷമിച്ചവരാണല്ലോ. ഫനിഅമ ഉഖ്ബദ്ദാർ, നിങ്ങൾക്ക് ഇന്ന് കിട്ടിയ ഭവനം എത്ര മനോഹരം, എത്ര സുമോഹനം നിങ്ങൾക്ക് ഇന്ന് കിട്ടിയ ഭവനം എന്നവർ പറയുമെന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, ഇനി ഞാൻ പറഞ്ഞല്ലോ, ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹാ വമൻ സലഹ മിൻ ആബായിഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം. മാതാപിതാക്കൾ, ഭാര്യ ഭർത്താക്കന്മാർ, മക്കൾ, ഇവരാണ് സ്വർഗത്തിലെ കുടുംബത്തിന്റെ അംഗങ്ങൾ. അല്ലാഹു നമ്മളെ അങ്ങനെ ആക്കി തരുമാറാകട്ടെ.